നെതന്യാഹു വിചാരിക്കുന്നത് ഇവരെന്തോ യൂതരോടുള്ള ബഹുമാനം കൊണ്ടാണ്. അങ്ങനെയൊന്നുമല്ല. സംഘിക്ക് മുസ്ലിങ്ങളെ ആര് ദ്രോഹിക്കുന്നതും ഇഷ്ടമാണ്. അങ്ങനെയാണ് ശാഖയിൽ നിന്ന് അവർ പഠിക്കുന്നത്. അവർക്ക് മുസ്ലിങ്ങളുടെ ചോര കാണുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം ഇങ്ങനെ ദ്രോഹിക്കപ്പെടുന്നത് കാണുമ്പോൾ പ്രത്യേക ആനന്ദമാണ് ഒരു സംഘിക്ക്. അതുകൊണ്ടാണ് അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ തന്ത ട്രംപ് വെനിസ്വേലയിൽ നിന്നും കൊള്ളയടിച്ചു കൊണ്ടുവരുന്ന എണ്ണ സംഘികളോട് വാങ്ങാൻ പറഞ്ഞു. ഓംബ്ര എന്ന സംഘികൾ അപ്പം തന്നെ പറയുകയും ചെയ്തു. UN, അതായത് 130 ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഉള്ള അടങ്ങുന്ന UN, 5 സ്ഥിരാംഗങ്ങളിൽ 4 സ്ഥിരാംഗങ്ങളും ക്രിസ്ത്യാനികളായ UN, അതിലൊരു മുസ്ലിം രാഷ്ട്രമില്ല കേട്ടോ. ആ UN പറയുന്നു സിയോണിസ്റ്റുകൾ ഇസ്രായേൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ബലാത്സംഗം നടത്തിയിട്ടുണ്ട്. അതും സംഘികൾക്ക് ഇഷ്ടമാണ്. ബൽക്കീസ് ബാനുവിനെ ബലാത്സംഗം ചെയ്തപ്പോൾ സംഘികൾക്ക് ഹരമായിരുന്നു. അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാലയിട്ട് സ്വീകരിച്ചു. അതാണ് സംഘി. ഈ നിലക്ക് പോവുകയാണെങ്കിൽ അപ്പുറത്ത് ചൈന, ഇപ്പുറത്ത് പാകിസ്ഥാൻ, ഇപ്പുറത്ത് ബംഗ്ലാദേശ്. ഈ സംഘികൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അവിടെ തന്നെയാണ്. ആസാമിൽ പ്രശ്നം, വെസ്റ്റ് ബംഗാളിൽ പ്രശ്നം, അരുണാചൽ പ്രദേശിൽ ചൈനക്ക് കണ്ണുണ്ട്. അപ്പൊ അവിടെ നിന്നും ഒരു ഇന്ത്യൻ ആർമിക്ക് ആറ്റം ബോംബിടാൻ പറ്റില്ല. കാരണം ആറ്റം ബോംബിട്ടല്ല അവിടെ ഹിന്ദു മുസ്ലിമും എല്ലാം ഭസ്മമായി പോവും. അപ്പൊ അത് നമ്മുടെ ശത്രുക്കൾക്ക് ഏറ്റവും ഇഷ്ടമാണ് സംഘികളെ. ഇപ്പൊ നീതി ന്യായം ഒരിക്കലും യൂറോപ്പിലൊന്നും കയറി വന്നിട്ട് മതത്തിന്റെ പേരിൽ ഭൂമി കൈയടക്കുന്ന, അല്ലെങ്കിൽ തങ്ങൾ മാത്രം മനുഷ്യന്മാരും ബാക്കിയുള്ളവരൊക്കെ വൃത്തികെട്ടന്മാരും അടിമകളുമാണ് എന്ന് വിചാരിക്കുന്ന ഈ മനുവാദികളെ പോലെ തന്നെയുള്ള ബ്രാഹ്മണരെ പോലെ തന്നെ ഒരു കൂട്ടമാണ് ഈ ജൂതന്മാരും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇന്ത്യ വളർന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താവും. നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ. അപകടകരമാണ് ഇന്ത്യയുടെ പോക്ക്. ഇപ്പൊ നമ്മളൊന്നും പറയുന്നില്ല. നമ്മൾ കേരളത്തിൽ ഇരുന്ന് കളി കണ്ടാൽ മതി. നോർത്ത് ഇന്ത്യയുടെ കാര്യം ഏകദേശം പോക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.